ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാക്സ് വാക്ടീസ്. നമ്മൾ ഹോട്ട് ബലൂണിൻ്റെ മുകളിൽ കയറാൻ പോകും. മുമ്പ് തുർക്കി പോയപ്പോൾ ചെയ്തിരുന്നു. ഇത് നമ്മളെ കുളുവിലുള്ളതാണ് ഈ കാണുന്നത്. ഇതൊക്കെ ഇതിൻ്റെ സ്റ്റാഫാ. ഇവരെന്നിട്ട് ഇനി ഇറങ്ങും, പിന്നെ ഞങ്ങൾ കയറും. മണാലിയിൽ നിന്ന് കുളുവിലേക്ക് പോകുന്ന വഴിയാണിത്. ഇന്ന് ഇവിടെ ഹോട്ട് എയർ ബലൂൺ ഉണ്ട്, അതിൽ കയറണം. പിന്നെ പാരാഗ്ലൈഡിങ് ഉണ്ട്, പറ്റിയാൽ അതിലും കയറണമെന്നുണ്ട്. ബിയാസ് നദി അങ്ങനെ ഉണങ്ങി നിൽക്കുകയാണ്, യാതൊരു വെള്ളമില്ലാണ്ട്. ചില സ്ഥലങ്ങളിൽ മാത്രമാണ് കുറച്ച് വെള്ളമുള്ളത്, മറ്റുള്ള സ്ഥലങ്ങളിൽ തീരെ വെള്ളമില്ല. ഇതിപ്പോൾ ഇവിടെ കുറച്ച് ഭാഗത്ത് വെള്ളമുണ്ട്. തണുപ്പ് നല്ലോണം ഉണ്ട്, അതുപോലെ അനുസരിച്ച് നല്ല സൂര്യപ്രകാശമുണ്ട്. പൊതുവേ ഈ മണാലി എത്തിക്കഴിഞ്ഞാൽ രാവിലെ 8 മണിക്കൊന്നും എണീച്ച് നമ്മൾ സൈറ്റ് സീയിങ്ങിന് പോവില്ല. കാരണം മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ രാവിലെ 8 മണിക്ക് തുടങ്ങും. പക്ഷേ ഇവിടെ ഒന്ന് സൂര്യന് ഉദിച്ച് ഒരു ഏകദേശം 9:30-10 മണിയാകുമ്പോഴാണ് പൊതുവെ എല്ലാവരും ഇറങ്ങുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എന്നാലൊന്ന് ചൂടായി കിട്ടുക. അതേപോലെ വൈകുന്നേരം ഒരു സൂര്യൻ അസ്തമിക്കുന്നതിനോട് ബന്ധപ്പെട്ടിട്ട് എല്ലാവരും പിന്നെ അവനവൻ്റെ താമസ സ്ഥലത്തേക്ക് കയറും. കാരണം എന്താ വെച്ചാൽ രാത്രി സൂര്യൻ അസ്തമിക്കുന്നതിനോട് ബന്ധപ്പെട്ടിട്ട് തണുപ്പ് അങ്ങോട്ട് കൂടും. പിന്നെ ഒരു -14 ഡിഗ്രിയൊക്കെ എത്തിക്കഴിയും. അതാണ് വിഷയമുള്ളത്. അതേപോലെ തന്നെ രാവിലെ അങ്ങനെ തന്നെയാണ്. ഇത് നമ്മൾ ഡ്രൈവർ വഴിയിൽ മലൻ്റെ മുകളിൽ നിന്ന് വന്ന നാച്ചുറൽ വാട്ടർ മൂപ്പർ കുപ്പിയിൽ നിറക്കുകയാണ്. അപ്പോൾ പിന്നെ ഒരു കുപ്പി നമ്മളും നിറപ്പിച്ചിരിക്കുന്നു അദ്ദേഹത്തിനെ കൊണ്ട്. ഇതിങ്ങനെ ഫ്രഷ് വാട്ടർ അങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും. അതിൻ്റെ ബാക്കി വെള്ളം നേരെ ഈ കാണുന്ന ലെഫ്റ്റ് സൈഡിൽ പോകുന്ന ഈ ബിയാസ് നദിയിലേക്ക് പോവുകയും ചെയ്യും. ഈ പോകുന്ന വഴിയിലാണ് ഹോട്ട് എയർ ബലൂൺ. ഇതുണ്ടല്ലോ, ഇതൊരു ഹോട്ട് എയർ ബലൂണാണ്. ഇതിൻ്റെ ഒരു ഭാഗങ്ങളാണ് ഇനി അവിടെ നിന്ന് അങ്ങോട്ടേക്കുള്ളത്. അപ്പോൾ നമ്മൾ ഡ്രൈവർക്ക് പരിചയമുള്ള ഒരു സ്ഥലമുണ്ട്, അപ്പോൾ അവിടെ പുള്ളിക്കാരൻ നിർത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊരു ഹോട്ട് എയർ ബലൂണാണ്. അവരിങ്ങനെ ഒഴിഞ്ഞൊരു സ്ഥലത്തുണ്ടാക്കുക, അതിനങ്ങനെ പൊന്തും പിന്നെ താഴേക്കൊരു അങ്ങനെയാണ്. ഞാൻ മുമ്പ് തുർക്കി പോയ സമയത്ത് അത് ചെയ്തിരുന്നു. ഈ കാണുന്നതൊക്കെ ആപ്പിൾ മരങ്ങളാണ്. ലെഫ്റ്റ് സൈഡിലുണ്ട്, റൈറ്റ് സൈഡിലുണ്ട്. കുളുവിൽ ആപ്പിൾ കൂടുതലാണ്. നമ്മുടെ വണ്ടി അവിടെ നിർത്തിയിട്ടിട്ടുണ്ട്. ഇതൊക്കെ ആപ്പിൾ തോട്ടങ്ങളാണ് ഈ കാണുന്നത്. ഇപ്പോൾ ഒന്നിലും ഇലകളില്ല. ഇവിടെ ഈ ഹോട്ട് ബലൂണിൻ്റെയും പാരാഗ്ലൈഡിൻ്റെ ഒക്കെ ഒരു ഓഫീസ് പോലത്തെ ഒരു സംഭവമാണ്. ഇവിടെ നമ്മളതിൻ്റെ ബുക്കിംഗ് ഒക്കെ ചെയ്യുക. എന്നിട്ട് പിന്നെ അവിടെ നമ്മൾ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ അതങ്ങ് ദൂരെ കണ്ടില്ലേ, പാരാഗ്ലൈഡിങ് ചെയ്യുന്ന ദൂരത്ത് മൂടലുള്ളതുകൊണ്ട് ക്ലിയറായി കിട്ടുന്നില്ല. അപ്പോൾ ഇവിടെ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാലാണ് നമ്മൾ നമ്മുടെ വണ്ടിയിൽ പാരാഗ്ലൈഡിങ്ങിൻ്റെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകും. പിന്നെ അതിൽ കയറും, നമ്മളതിൽ പോരും. അപ്പോൾ ഒരു പൈലറ്റും നമ്മളും ഉണ്ടാവും. അങ്ങനെയാണ്. അതിന് ഏകദേശം ഒരു 3500 രൂപയാണ് ചാർജ്. ഇപ്പം നമ്മൾ ഹോട്ട് ബലൂണിലാണ് കയറാൻ പോകുന്നത്. ഇതാണ് ഹോട്ട് ബലൂൺ മോഡൽ. അപ്പം ഇനി ഇതിൻ്റെ കാഴ്ചകൾ നമുക്ക് കാണാം. ഇതാണ് ഹോട്ട് ബലൂൺ. ഒരാൾക്ക് 1500 രൂപ, 4 ആൾ വരെ ഇതിൽ കയറും. ഇതിൻ്റെ ഉള്ളിലൊരു ഗ്യാസും കുറ്റി ഉണ്ടാവും. ആ ഗ്യാസും കുറ്റി ഈ 2 ഇതിൽ തീ കത്തിക്കും. എന്നിട്ട് അതിൻ്റെ പ്രഷറോടാണ് ഇത് പോവുക. ഇതൊരു കൊട്ടയാണ്, നമ്മുടെ ചൂരൽ കൊട്ട. ഇതിങ്ങനൊരു ഹോളാണ്. ഇപ്പോൾ ഇത് ഏകദേശം ടെസ്റ്റിങ് നടത്തുകയാണ് ഇവർ. ഇന്നത്തെ ഫസ്റ്റ് ട്രിപ്പ് ഉള്ള പരിപാടിയാണ്. ഇത് അത്യാവശ്യം നല്ല അധ്വാനമുണ്ട്. ആ ബാരൽസ് ക്ലിയർ ആകാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ ആൾ കയറി ഇരിക്കുകയും ചെയ്യും. എല്ലാം തീ കത്തുന്നുണ്ടല്ലേ. ഈ ഒരു ഗ്യാസും കുറ്റി അതിൻ്റെ സൈഡിലുണ്ടാവും. എന്നിട്ട് ഇതിനുള്ളിലേക്ക് ഇങ്ങനെ തീ കത്തുന്ന സമയത്താണ് ഇതിങ്ങനെ പൊന്തുക. അപ്പോൾ നമുക്കങ്ങനെ കാണാം. ഇതാണ് ഹോട്ട് ബലൂൺ. 4 ആൾക്ക് പോകാം ഒരു സമയത്ത്. ഒരാൾക്ക് 1500 രൂപ. കുളുവിലാണ് കൊണ്ടത്. ചവിട്ടിയിട്ടാണ് കയറുക.
നമ്മള് ഹോട്ട് ബലൂണിൽ കയറാൻ പോവാണ്. അപ്പൊ ഞാന് കയറാൻ പോവാണ്. ഇനി വർത്താനില്ല, നമ്മളിങ്ങനെ കാണുക. ഇപ്പോൾ ഞാൻ മുകളിലെത്തിക്കുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു സ്റ്റാൻഡ് ലെവലിൽ നിൽക്കുകയാണ്. ഇനി ഇവിടുത്തെ നമുക്ക് ആകാശക്കാഴ്ചകൾ അങ്ങനെ കാണാം. നല്ല രസമാണ്. ഇത് ടോപ്പ് ഇതിൻ്റെ തുർക്കിയിലാണ്. തുർക്കിയിൽ ഒരു ട്രിപ്പിന് $100. ഏകദേശം എത്ര റുപ്യ അറിയോ? 8000 റുപ്യ. ഇപ്പോൾ അത്രയൊന്നും ഇവിടെ വരില്ല ചാർജ്. ഹോട്ട് ബലൂണിന്റെ മുകളിലെത്തിക്കുന്നു. ഇവിടുന്ന പുറപ്പെട്ട് ഞാനിപ്പോൾ ഉള്ള ഹോട്ട് ബലൂണിൻ്റെ മുകളിൽ നിന്ന് കാണാൻ നല്ല രസമാണ്. ഈ താഴ്ഭാഗം ഇതൊക്കെ ആപ്പിൾ തോട്ടങ്ങളാണ് ഈ കാണുന്നതൊക്കെ. ഇത് റോഡ്.
അപ്പം ഞങ്ങൾ ഭൂമിക്ക് ഇറങ്ങാൻ പോവാണ്. അപ്പം നമ്മുടെ സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാനും മറക്കരുത്. എന്നാൽ താങ്ക് യു.